ശ്രീജിത്ത് പണിക്കർ ആ വിധി വാചകം അറിഞ്ഞുകൂടാത്ത ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ ആരാണ് ഭയപ്പെടുന്നത്? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരും അറിയരുത്, ജനങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആരൊക്കെയോ സത്യങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ശരിയായ തെളിവുകൾ ഉണ്ടായിട്ട് അത് കോടതി അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോഴാണല്ലോ കോടതിയെ പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ പറയണേ. എല്ലാവരും മെയിൻ സ്ട്രീം ചാനൽസ് എല്ലാം 8-8.5 വർഷക്കാലം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന, അതായത് അന്തിച്ചർച്ച എന്ന് പറയുന്നത് മാധ്യമ വിചാരണ ചെയ്തുകൊണ്ടിരുന്ന ഒരു കേസായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. ആ ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും ആ ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പം തന്നെയാണ്. ആ പെൺകുട്ടിക്ക് സംഭവിച്ച ആ വിഷമത്തിൽ നമുക്കെല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ആർക്കും അങ്ങനെ സംഭവിക്കരുത്. അത് ചെയ്തവർക്ക് കൃത്യമായിട്ടും ശക്തമായ ശിക്ഷ കിട്ടണം. ഇപ്പോൾ വിധി കുറ്റം വിധിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ശിക്ഷ, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്ത വ്യക്തിക്ക് എങ്കിലും ഡയറക്റ്റ് ഇൻവോൾവ് ആയ, അതായത് ഒന്നാം പ്രതിക്കെങ്കിലും ഒരു മാക്സിമം ശിക്ഷ കിട്ടണമായിരുന്നെന്ന് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ശിക്ഷ കൊടുത്തുകൊണ്ടാവാം, അതിൻ്റെ മെറിറ്റൊക്കെ നോക്കിയാവാം 20 വർഷം തടവ് അവർക്ക് കിട്ടി, 6 പേർക്ക്. പക്ഷേ അതിൻ്റെ വിധിപ്പകർപ്പ് 12-ാം തീയതി പുറത്തു വന്നു. ഞാൻ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞാൽ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെന്തായാലും ഈ 8-8.5 വർഷക്കാലം നമ്മൾ ഈ മാധ്യമങ്ങൾ പറയുന്ന കുറേ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ, തെളിവുകൾ കേട്ടു, അതിൻ്റെ കേട്ടു. ദിലീപിൻ്റെ ഭാഗം, പ്രതിയുടെ ഭാഗം അങ്ങനെ നമുക്ക് കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും എന്തൊക്കെയാണ് പ്രതിക്കെതിരെയുള്ള തെളിവുകൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എത്ര തെളിവുകളുണ്ട്, ഒരുപാട് തെളിവുകൾ പ്രതിക്കെതിരെ, ഇതെല്ലാം എല്ലാ ദിവസവും ഈ മാധ്യമങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അത് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ കുറേ പേരൊക്കെ എന്താ പറയുക, അത് വിശ്വസിച്ചു. കുറേ പേരെന്നല്ല, മെജോറിറ്റിയും, അതായത് സാധാരണ ആളുകൾ ഇത് ഇത്രയും വലിയ, അതായത് അതുപോലുള്ളൊരു വ്യക്തിയെ പിടിച്ചകത്തിടുമ്പം തെളിവില്ലാതെ പിടിച്ചകത്തിടുമെന്നൊന്നും നമ്മൾ വിചാരിക്കില്ല. ഇത്രയും വലിയ ഒരാളെ അകത്തിടുമ്പം എന്തായാലും തെളിവുണ്ടാവും, വ്യക്തമായ തെളിവ് കിട്ടിയിട്ട് തന്നെയായിരിക്കും അകത്തിട്ടതെന്നാണ് കൂടുതൽ പേരും വിചാരിക്കുക. എന്നാൽ അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ദിലീപിനെ പേഴ്സണലി അറിയുന്ന, അല്ലെങ്കിൽ ദിലീപ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അറിയുന്ന, ആ വ്യക്തിയെ അറിയുന്ന ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ദിലീപിനെ പോലുള്ളൊരു വ്യക്തി അങ്ങനെ ചെയ്യില്ല. ദിലീപിനെ പോലുള്ളൊരു വ്യക്തിയുള്ള അന്ന് മുതൽ അവിശ്വസിച്ചെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. ആ സംഭവിച്ചത് എന്താണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വിധി വന്നു, നിരപരാധി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ പുള്ളിക്കാരൻ അത് ചെയ്തില്ല എന്ന് ഞാൻ കോടതിയുടെ വിധിയെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ കോടതി പറയുന്ന വിശ്വസിക്കും. എൻ്റെ മനസ്സിൽ അത് തന്നെയായിരുന്നു, ആ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. അത് തന്നെ കോടതിയും പറഞ്ഞപ്പം അതിൽ തന്നെ 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് സംഭവിച്ചത്, വേറെ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം പറഞ്ഞു, ഈ വിധിപ്പകർപ്പ് വെളിയിൽ വന്നതിന് ശേഷം അതൊരു പബ്ലിക് ഡോക്യുമെൻ്റായി, ആർക്ക് വേണേലും അതെടുത്ത് വിശകലനം ചെയ്യാം. പക്ഷേ സാധാരണക്കാരായി എത്ര പേർക്ക് അവർക്ക് ഞാനത് എടുത്ത് വായിക്കാനൊന്നും പോയിട്ടില്ല. കാരണം എനിക്കും അത്രത്തോളം നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. അതിൽ പറയുന്ന പല കാര്യങ്ങളൊന്നും മനസ്സിലായെന്നൊന്നും വരില്ല. വായിക്കാൻ പറ്റുമായിരിക്കും, എങ്കിൽ പോലും അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ശ്രമിച്ചില്ല. എന്നാലും അറിയാവുന്നവർ ഒരുപാട് പേര് വന്ന് ചർച്ചയിലിരിക്കുന്ന ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവർ തന്നെ ആ വിധിപ്പകർപ്പ് എടുത്ത് വെച്ച് ചർച്ച ചെയ്യും, കൃത്യമായിട്ട് അന്നേരം നമുക്ക് കാര്യങ്ങൾ അറിയാം. അങ്ങനെയുള്ളൊരു ധാരണയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. പക്ഷെ ഇത്രയും കാലം ഈ ചെറിയ എന്ത് കാര്യം കിട്ടാലും വന്ന് ചെറിയൊരു കാര്യം ദിലീപിനെതിരെ കിട്ടിയാൽ വന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഓരോ ആൾക്കാർക്കും ഈ വിധിപ്പകർപ്പ് ചർച്ച ചെയ്യാൻ ഒരു താല്പര്യമില്ല. നമ്മുടെ ഈ ഹേമ കമ്മീഷനൊക്കെ ഇല്ലേ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ, എത്രയോ കാര്യങ്ങൾ ഈ വിധിപ്പകർപ്പും അല്ലെങ്കിൽ ആ കഥയൊക്കെ വരാൻ നോക്കിയിരിക്കുകയാണ് ഇവരൊക്കെ ചർച്ച ചെയ്യാൻ. പക്ഷെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെല്ലാം ഈ കാര്യത്തിൽ സൈലന്റ് ആയി പോയത്? അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത് ശരിക്കൊരു ദിലീപ് പറഞ്ഞ പോലെ, ദിലീപ് പുറത്തിറങ്ങിയപ്പോൾ വന്ന പോലെ ദിലീപിനെതിരെ തന്നെയായിരുന്നോ ഒരു ഗൂഢാലോചന? നടിക്ക് സംഭവിച്ച ദൗർഭാഗ്യകരമായ ആ കാര്യം, അതിനെ ദിലീപിനെതിരെ തിരിച്ചു വിട്ടത് വേറെ ആരെങ്കിലും ആണോ? ആ ഒരു അവസരത്തെ മുതലെടുത്തുകൊണ്ട് മറ്റാരെങ്കിലും ദിലീപിനെതിരെ പക തീർക്കാൻ വേണ്ടി തിരിച്ചുവിട്ടാണോ എന്നുള്ള വാദം ശക്തമാകുന്നത് ഇപ്പോഴാണ്. അങ്ങനെയുള്ള ചിന്ത കൂടുതലായിട്ട് വരുന്നത്. ശരിക്കും ആ മനുഷ്യനും നടിയോടൊപ്പം, അതിജീവിതയോടൊപ്പം തന്നെ ആ മനുഷ്യനും ഒരു ഇര തന്നെയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുവാണ്. കാരണം
അത് ഇവരൊക്കെ കാണിക്കുന്ന ഈ നിസ്സംഗത. കാരണം ശ്രീജിത്ത് പണിക്കറിന്റെ വീഡിയോ കാണുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പൊ അതിൽ നിന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമുക്ക് അറിയണമല്ലോ, നമ്മൾ ഇത്രയും കാലം ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പ്രതിയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ആ പുള്ളിയെ വെറുതെ വിട്ടപ്പം ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. അപ്പൊ ആരാണ് കൃത്യമായിട്ട് പറയണേന്ന് മെയിൻ സ്ട്രീം ചാനൽസ് ഒന്നും ചർച്ച ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പണിക്കരുടെ വീഡിയോ ഇങ്ങനെ കണ്ടത്. അപ്പം അതൊരു 8 ഭാഗങ്ങളിലായിട്ട് ഈ ദിലീപിനെതിരെ 7 തെളിവുകളാണ് അവർ ഹാജരാക്കി. ആ തെളിവുകൾ എങ്ങനെയാണ് കോടതി തള്ളിപ്പോയത് അതിനെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് പുള്ളി പറയുന്ന വീഡിയോ കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാം. അപ്പം അതൊക്കെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗൂഢാലോചന ദിലീപിനെതിരെ നടന്നിട്ടുണ്ട്. കാരണം നടിക്ക് ഒരു വലിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അത് സംഭവിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത് അത് സംഭവിച്ചത് തന്നെയാണ്. ആ കുട്ടിക്ക് അത് ചെയ്തവർ ആരാണെങ്കിലും അവർക്ക് മാക്സിമം ശിക്ഷ കിട്ടണമായിരുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം. ഇനിയിപ്പോൾ അതിൻ്റെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു കൈ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അവർക്ക് മാക്സിമം ശിക്ഷ കൊടുത്താൽ മാത്രമേ നടിക്ക് നീതി കിട്ടുള്ളൂ. പക്ഷെ ഇത്രയും ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് ഒരു പ്രതിയെ കോടതി ജനങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത്? അല്ല, കോടതിയല്ല, പോലീസ് പ്രസന്റ് ചെയ്തത് എന്തിനാണ്? ഇതൊക്കെ ഇത്രയും കാലം ചർച്ച ചെയ്ത് മെയിൻ സ്ട്രീം ചാനൽസ് അവര് ആ മനുഷ്യനെ കച്ചവടച്ചരക്കാക്കി. എന്നിട്ട് ഇപ്പം വരുമ്പോൾ അതെല്ലാം ഇപ്പൊ ശരിയായ തെളിവുകൾ ഉണ്ടായിട്ട് അത് കോടതി അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോഴാണല്ലോ കോടതിയെ പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ പറയണേ. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇവര് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പോലും ഫാബ്രിക്കേറ്റഡ് ആണ്. അതിൽ കോടതി ഒന്നും ചെയ്തതല്ല, ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തെളിയുകയാണ്. തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതൊക്കെ എന്തിനായിരുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ദിലീപിനെ മനഃപൂർവ്വം കുടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ ദിലീപിനെതിരെ മനഃപൂർവ്വം എന്തോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന്. അതൊന്നും ഈ സത്യങ്ങളൊന്നും ഇത്രയും കാലം ജനങ്ങളെ കള്ളം പറഞ്ഞ് ജനങ്ങളുടെ പൊതുബോധം ദിലീപിനെതിരെയാക്കി വെച്ചിട്ട് ഇതൊക്കെയാണ് സത്യം എന്നറിഞ്ഞപ്പം ആർക്കും അത് ആരിലേക്കും എത്തിക്കേണ്ട, ജനങ്ങളത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ആ സത്യം ഈ വിധി ജനങ്ങളിലേക്ക് കുറച്ചെങ്കിലും എത്തിക്കാൻ ശ്രമിച്ച ശ്രീജിത്ത് പണിക്കർക്കെതിരെയും കുറെ പേര് കേസുമായിട്ട് പോകുന്നെന്ന് കണ്ടു. പക്ഷെ അതൊക്കെ എന്തിനാണ്? അപ്പൊ ഇങ്ങനെയൊക്കെ അതിനെന്തിനാണ് പേടിക്കുന്നത്? ശ്രീജിത്ത് പണിക്കർ ആ വിധി വാചകം അറിഞ്ഞുകൂടാത്ത ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ ആരാണ് ഭയപ്പെടുന്നത്? ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതിന്റെ പുറകിൽ വേറെന്തൊക്കെയോ കളിയുണ്ടെന്ന്? നമുക്കൊന്നും പറയാൻ പറ്റില്ല, ആരെയും ഊഹിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. ദിലീപ് ആരാണോ ഇതൊരു CBIക്കൊക്കെ വിട്ടിട്ട് കൃത്യമായിട്ട് ഇതിലുള്ള നടന്നിരിക്കുന്ന കളി എന്താണെന്ന് അറിയണം. അല്ലെങ്കിൽ സത്യം വിളിച്ചു പറയാൻ ഒരു മാധ്യമങ്ങൾക്കും താല്പര്യം കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെ കേസെടുക്കാൻ പോകുന്നൊക്കെ കണ്ടു. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പം എനിക്ക് തോന്നിയ അഭിപ്രായമാണ് കേട്ടോ ഇത്. അപ്പൊ ഇതിൻ്റെ ഇടയിൽ ആരും അറിയരുത്, ജനങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആരൊക്കെയോ സത്യങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ.